ഹായ് കൂട്ടുകാരെ, എന്റെ പേരാണ് മാളു. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? നല്ല നല്ല കഥകളും പാട്ടുകളും കൂടെ പാഠങ്ങൾ പറഞ്ഞു തരുന്നതിനും വേണ്ടിയാണ്. കൂട്ടുകാരെ, നിങ്ങൾ ഇത് കണ്ടു നോക്കൂ. ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇതിലെ പാട്ടുകളോടൊപ്പം ചേർന്ന് പാടാനും പാഠങ്ങൾ ഉറക്കെ ചൊല്ലാനും നിങ്ങളും ശ്രമിക്കണം. ഹായ്, കളിപ്പാട്ടം. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണോ? എങ്കിൽ നമുക്ക് ആദ്യം ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. മഹാ അഹങ്കാരിയും അനുസരണയില്ലാത്തതുമായ കുരങ്ങന്റെ കഥയായാലോ? അങ്ങ് ദൂരെ മലകൾക്കപ്പുറത്തുള്ള ഒരു കാട്ടിലായിരുന്നു കുരങ്ങന്റെ താമസം. അവന്റെ പേരാണ് ജിഗു. ഒരു ദിവസം ജിഗു കാട്ടിലൂടെ നടന്നു വരുമ്പോൾ പാവത്താനായ ചിക്കുമുയൽ അവിടെ നിൽക്കുന്നത് കണ്ടു. ജിഗു അവനെ ഉപദ്രവിക്കാനായി പമ്മി പമ്മി അവന്റെ അടുത്തേക്ക് വന്നു. ഇത് കണ്ട ചിക്കുമുയൽ പേടിച്ചോടി. ഇത് കണ്ട ജിഗു ചിക്കുവിനെ കളിയാക്കി ചിരിച്ചു. ഇനി ആരെ ഉപദ്രവിക്കണമെന്ന് നോക്കി നടക്കുമ്പോഴാണ് ചിന്നക്കിളിയുടെ കൂട് കണ്ടത്. ഇത് കണ്ടതും അവന് വലിയ സന്തോഷമായി. അവൻ പതിയെ മരത്തിലേക്ക് കയറി. ജിഗുവിനെ കണ്ട ചിന്നിക്കിളി പേടിച്ച് പറന്നുപോയി. എന്നിട്ട് അവൻ ചിന്നിക്കിളിയുടെ കൂടെടുത്ത് താഴേക്കിട്ടു. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ മരത്തിന്റെ കൊമ്പിൽ ചീരു അണ്ണാൻ ഇരിപ്പുണ്ടായിരുന്നു. ചീരു അണ്ണാൻ ജിഗുവിനോട് ചോദിച്ചു, നീ എന്തിനാണ് ആ പാവം ചിന്നുക്കിളിയെ ദ്രോഹിച്ചത്? ഇത് കേട്ട ജിഗു പറഞ്ഞു, എനിക്ക് നല്ല ശക്തിയുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. എങ്കിൽ അത്രയ്ക്ക് ശക്തനാണെങ്കിൽ നീ പറിച്ചെറിഞ്ഞ ആ കൂട് തിരികെ ആ ചില്ലയിൽ തന്നെ ഉറപ്പിക്കാമോ എന്ന് ചീരു അണ്ണാൻ ചോദിച്ചു. അത്രേ ഉള്ളൂ, ദാ കണ്ടോ എന്ന് പറഞ്ഞ് ജിഗു കൂടുറപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൻ അതിന് കഴിഞ്ഞില്ല. ഇത് കണ്ട ചീരു അണ്ണാൻ ചോദിച്ചു, ആ ചെറിയ കിളി ചെയ്ത ജോലി പോലും ചെയ്യാനാവാത്ത നീയാണോ ശക്തൻ? ഇത് കേട്ട ജിഗുവിന് അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലായി. എന്നിട്ട് അവൻ നാണിച്ച് തല താഴ്ത്തി നടന്നുപോയി. ഹായ്, കളിപ്പാട്ടം. ഞാൻ പറഞ്ഞ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൽ നിന്നും കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? അഹങ്കാരം നല്ലതല്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങൾ എന്തൊക്കെയാണ്? എനിക്കിഷ്ടമുള്ള പഴങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ബനാന, പൈനാപ്പിൾ. ഹായ്, കളിപ്പാട്ടം. ഞാൻ പരിചയപ്പെടുത്തി തന്ന പഴങ്ങളെ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം ഏതാണ്? ആപ്പിൾ തന്നെ ആകും അല്ലേ? എങ്കിൽ നമുക്ക് ആപ്പിളിനെ പറ്റി ഒരു പാട്ടായാലോ?
ആപ്പിളിനെ പറ്റിയുള്ള പാട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി പച്ചക്കറികളായാലോ? ക്യാരറ്റ്, ഓണിയൻ, ടൊമാറ്റോ, ബ്രിഞ്ചോൾ, ലേഡീസ് ഫിംഗർ. ഹായ്, കളിപ്പാട്ടം. പച്ചക്കറികളെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പച്ചക്കറികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ്? എനിക്കിഷ്ടം ക്യാരറ്റ് ആണ്. എങ്കിൽ ക്യാരറ്റിനെ പറ്റി ഒരു പാട്ടായാലോ? ക്യാരറ്റിനെ പറ്റിയുള്ള പാട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ? ക്യാരറ്റിനെ പോലെ തന്നെ വളരെ മനോഹരമായിരുന്നില്ലേ? കഥയും പാട്ടും കേട്ടു. ഇനി കുറച്ച് നമുക്ക് പഠിച്ചാലോ? നിങ്ങൾക്ക് മലയാളം അക്ഷരങ്ങളെ പറ്റി അറിയാമോ? അടുത്തത് മലയാളം അക്ഷരങ്ങളെ പറ്റി പഠിച്ചാലോ? ആ, ആ, ഇ, ഈ, ഉ, ഊ, ർ, എ, ഐ, ഓ, ഓ, ഔ, ആ, ഇ, ഉ, ർ, എ, ഐ, ഓ, ഔ, ആ, അമ്മ, ആ, ആന, ഇല, ഈച്ച, ഉറി, ഊഞ്ഞാൽ, ഋഷി, എലി, ഏത്തക്കായ,
ഐ ഐക്യം. ഓ ഒട്ടകം. ഓ ഓല. ഔ ഔഷധം. അംബുജം. ഹായ് കളിപ്പാട്ടം. ആ തൊട്ട് വരെ നിങ്ങൾ പഠിച്ചു അല്ലേ? എങ്കിൽ മലയാളം അക്ഷരങ്ങൾ ഇനിയുമുണ്ട്. ദാ നോക്കിക്കോളൂ. ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ഡ ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ ള ഴ റ ക കപ്പൽ. ഖ മുഖം. ഗ ഗദ. ഘ ഘടികാരം. ങ തേങ്ങ. ച ചക്ക. ഛ ഛത്രം. ജ ജനൽ. ഥ ഥശം. ഞ ഞണ്ട്. ഡ കോടാലി. ട പീഠം. ഡ ഗരുഡൻ. ഠ ഠമാരം. ന മണി. ത തത്ത. ഥ രഥം. ദ ദീപം. ധ ധനുസ്. ന നഖം. പ പശു. ഫ ഫലം. ബ ബലൂൺ. ഭ ഭരണി. മ മരം. യ യന്ത്രം. ര രാജാവ്. ല മാല.
വ വീട്. ശ ശംഖ്. ഷ ഷർട്ട്. സ സിംഹം. ഹ ഹാരം. ല തവള. ര വാഴ. റ റെയിൽ. ഹായ് കളിപ്പാട്ടം. ഇപ്പോൾ മലയാളം അക്ഷരങ്ങൾ എല്ലാം പഠിച്ചില്ലേ? എങ്കിൽ അടുത്തത് ഒരു കഥയായാലോ കൂട്ടുകാരെ? ശരി, എങ്കിൽ ഒരു അത്യാഗ്രഹിയായ മുയലിന്റെ കഥ പറയാം, കേട്ടോളൂ. ഒരിടത്ത് ഒരു അത്യാഗ്രഹിയായ മുയലുണ്ടായിരുന്നു. അവന്റെ പേരാണ് കിട്ടു. അവൻ ഒരു ദിവസം തീറ്റ തേടി പോവുകയായിരുന്നു. അപ്പോൾ അവന്റെ ശ്രദ്ധയിൽ 3 ക്യാരറ്റ് കിടക്കുന്നത് അവൻ കണ്ടു. ഇത് കണ്ട അവന് വലിയ സന്തോഷമായി. അവൻ അത് 3ഉം കയ്യിലെടുത്ത് തിന്നാൻ തുടങ്ങി. ആ സമയത്താണ് അവന്റെ കൂട്ടുകാരൻ മിട്ടുമുയൽ ആ വഴി വന്നത്. മിട്ടുവിനെ കണ്ട കിട്ടു അവനെ കണ്ട ഭാവം കാണിക്കാതെ തിരിഞ്ഞു നിന്ന് ക്യാരറ്റ് തിന്നാൻ തുടങ്ങി. ഇത് കണ്ട മിട്ടുവിന് വല്ലാതെ വിഷമമായി. മിട്ടു എന്നിട്ട് വേറെ ആഹാരം തേടി നടന്നു. അപ്പോഴാണ് ജില്ലുക്കുറുക്കൻ ആ വഴി വന്നത്. പമ്മി പമ്മി വരുന്ന ജില്ലുവിനെ കണ്ട മിട്ടു ഓടി രക്ഷപ്പെട്ടു. കിട്ടിയ ക്യാരറ്റ് മുഴുവൻ തിന്നതുകൊണ്ട് കിട്ടുവിന് ഓടാൻ കഴിഞ്ഞില്ല. അവൻ പേടിച്ചു. ആ സമയം മിട്ടുമുയൽ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു, കിട്ടു, നീ എന്റെ മാളത്തിൽ കയറി രക്ഷപ്പെട്ടോ? ഈ സമയം ജില്ലുക്കുറുക്കൻ ഓടി അവിടെ എത്തി. പക്ഷേ കിട്ടുവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. താൻ ചെയ്തത് തെറ്റാണെന്ന് കിട്ടുവിന് മനസ്സിലായി. കിട്ടു മിട്ടുവിനോട് ക്ഷമ ചോദിച്ചു. അതോടെ കിട്ടുവിന്റെ അത്യാഗ്രഹവും നിന്നു. ഹായ് കളിപ്പാട്ടം. കൂട്ടുകാരെ, കിട്ടുവിന്റെയും മിട്ടുവിന്റെയും കഥ ഇഷ്ടപ്പെട്ടില്ലേ? ഇതിൽ 2 ഗുണപാഠങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? അത്യാഗ്രഹം ആപത്ത്. കിട്ടുവിന്റെ അവസ്ഥ കണ്ടില്ലേ? പക്ഷേ മിട്ടുമുയൽ ആപത്തിൽപ്പെട്ട കിട്ടുമുയലിനെ രക്ഷിച്ചു. ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ഇനി ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പറ്റി പഠിച്ചാലോ? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, L, M, N, O, P, Q, R, S, T,
W X Y Z. A B C D E F G H I J K L M N O P Q R S T U V W X Y Z. A for aeroplane. B for ball. C for chair. D for dog. E for elephant. F for fish. G for globe. H for house. I for ice cream. J for jack. K for kite. L for lion. M for monkey. N for nail. O for one. P for pot. Q for question mark. R for ring. S for ship. T for train. U for umbrella. V for van. W for wheel. X for Xmas tree. Y for yellow. Z for zip. ഹായ് കളിപ്പാട്ടം. ഇംഗ്ലീഷിലെ 26 അക്ഷരങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കണക്ക് പഠിച്ചാലോ? ശരി. ONE 1, TWO 2, THREE 3, FOUR 4, FIVE 5, SIX 6, SEVEN 7, EIGHT 8, NINE 9, TEN 10. ഹായ് കളിപ്പാട്ടം. കണക്ക് രസകരമായില്ലേ കൂട്ടുകാരെ? മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഇല്ലെങ്കിൽ ഈ കഥ കണ്ടു നോക്കൂ. പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിലായിരുന്നു അക്കു അണ്ണാന്റെയും മിക്കു അണ്ണാന്റെയും താമസം. ഒരു ദിവസം അവർ മരത്തിലിരുന്ന് പഴങ്ങൾ തിന്നുകയായിരുന്നു. അപ്പോൾ മിക്കു അണ്ണാൻ പഴത്തിന്റെ വിത്തുകൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ട അക്കു അണ്ണാൻ ചോദിച്ചു, വിത്തുകൾ പുഴയിലേക്ക് വലിച്ചെറിയാതെ കരയിലേക്ക് ഇട്ടുകൂടെ? വിത്തുകൾ എവിടെ ഇട്ടാലും ഒരുപോലെയല്ലേ എന്ന് മിക്കു ചോദിച്ചു. ഒരിക്കലുമല്ല. കരയിൽ വീണ വിത്തുകൾ മുളച്ചു മരങ്ങളായി അവയിൽ നിന്ന് പഴങ്ങൾ ലഭിക്കും. പക്ഷേ പുഴയിലേക്ക് വീണാലോ അവ മുളയ്ക്കാതെ നശിച്ചു പോവുകയും ചെയ്യും. നീ പറഞ്ഞത് ശരിയാണ്. മരങ്ങളില്ലാതെ
നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. താമസത്തിനും ഭക്ഷണത്തിനും നമ്മൾ മരങ്ങളെയാണ് ആശ്രയിക്കുന്നത്. മരം ഒരു വരമാണ് മിക്കു. ഹായ്, കളിപ്പാട്ടം. മരങ്ങൾ വച്ചുപിടിപ്പിക്കേണ്ടതിന്റെ ഉപയോഗം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളും മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. മരങ്ങൾ കൊണ്ടുള്ള പ്രയോജനം മനസ്സിലായില്ലേ? അടുത്തത് പൂക്കളെ പറ്റി ആയാലോ? പൂക്കളെ ഇഷ്ടമില്ലാത്തവർ ആരുണ്ട്? റോസ്, റോസാപ്പൂ, ലോട്ടസ്, താമര, സൺഫ്ലവർ, സൂര്യകാന്തി, ഹിബിസ്കസ്, ചെമ്പരത്തി, ജാസ്മിൻ, മുല്ല. ഹായ്, കളിപ്പാട്ടം. എങ്ങനെ ഉണ്ടായിരുന്നു പൂക്കൾ? വളരെ മനോഹരമായിരുന്നില്ലേ? എങ്കിൽ അടുത്തത് നമുക്ക് നിറങ്ങളെ പറ്റി പഠിക്കാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, green, yellow, orange, red, violet, indigo, blue, green, yellow, orange, red. ഹായ്, കളിപ്പാട്ടം. 7 നിറമുള്ള മഴവില്ലിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെ 7 നിറങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കിക്കോളൂ. രാവിലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവരും ഇത് മറക്കാതെ ചെയ്യണം. ഇപ്പോൾ എവിടെ യാത്ര ചെയ്യണമെങ്കിലും വാഹനങ്ങൾ ആവശ്യമാണ്. വിവിധ തരം വാഹനങ്ങളെ പരിചയപ്പെടാം. ആദ്യമായി തറയിൽ കൂടി സഞ്ചരിക്കുന്നവ. ബൈക്ക്,
വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുന്നവ. ഷിപ്പ്. ആകാശത്ത് കൂടി സഞ്ചരിക്കുന്നവ. എയ്റോപ്ലെയിൻ. ഹെലികോപ്റ്റർ. പാളത്തിൽ കൂടി സഞ്ചരിക്കുന്നവ. ട്രെയിൻ. ഹായ്, കളിപ്പാട്ടം. വാഹനങ്ങളെ പറ്റി മനസ്സിലായില്ലേ? ഇനി റോഡിൽ കൂടി നടക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഇരുവശത്തേക്കും നോക്കുക. വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം റോഡ് മുറിച്ചു കടക്കുക. സിഗ്നൽ ലൈറ്റ് ഉണ്ടെങ്കിൽ പച്ച കത്തിയ ശേഷം മാത്രം റോഡ് മറികടക്കുക. സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ അതിൽ കൂടി മാത്രമേ റോഡ് മുറിച്ചു കടക്കാൻ പാടുള്ളൂ. റോഡിൽ കൂടി നടക്കുമ്പോൾ റോഡിന്റെ വലതുവശം ചേർന്നേ നടക്കാൻ പാടുള്ളൂ. ഹായ്, കളിപ്പാട്ടം. നിയമങ്ങളെല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിർബന്ധമായും ഇവ പാലിക്കണം. അപ്പോൾ നിങ്ങൾ ഈ നിയമങ്ങളെല്ലാം അനുസരിക്കില്ലേ കൂട്ടുകാരെ? കളിപ്പാട്ടത്തിലൂടെ ഞാൻ പറഞ്ഞു തന്ന കഥകളും പാട്ടുകളും അറിവുകളും നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ കൂട്ടുകാരെ? എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് കളിപ്പാട്ടം വാങ്ങിക്കാണാൻ പറയണം. ആടിയും പാടിയും അറിവ് നേടാൻ കൂടുതൽ കഥകളുമായി കളിപ്പാട്ടം വീണ്ടും വരും. ടാറ്റാ.